സ്ത്രീകളെ ശബരിമലയെ കയറ്റാനൊക്കെ മുൻകൈ എടുത്തവർക്കൊക്കെ ഓരോന്ന് കൊടുത്തുകൊണ്ടിരിക്കണില്ലേ അയ്യപ്പസ്വാമി. അതേപോലെ ഇപ്പോഴത്തെ സ്വർണ്ണപ്പാളി വിഷയത്തിലും ഭഗവാൻ എല്ലാവർക്കും പണി കൊടുക്കും. വന്ദേ ഭാരത് ട്രെയിനില് ഗണഗീതം ദേശഭക്തി ഗാനം പാടി എന്നതിന്റെ പേരില് ആ കുട്ടികൾ നേരിടേണ്ടി വന്ന ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. ഗണഗീതം പാടാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും റൂൾ ഉണ്ടോ? വാസ്തവത്തില് ഗണഗീതം നമ്മുടെ നാഷണൽ ആന്തം ആവേണ്ടതായിരുന്നു. സർക്കാർ ഇങ്ങനെ അതൊരു RSSന്റെ ഗാനമാക്കി മാറ്റി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്തുകൊണ്ട്? ഒരു വിഭാഗക്കാര് ഗണഗീതം പാടിയാലും ദേശഭക്തി ഗാനം പാടിയാലും ദേശീയ ഗാനം പാടിയാലും എല്ലാത്തിനും വിമർശനമാണ്. അതേസമയം മറ്റൊരു വിഭാഗക്കാര് അവർക്ക് എന്തും ചെയ്യാം. ട്രെയിനിന്റെ അകത്തായാലും ബസ് സ്റ്റോപ്പിലായാലും ബസ് സ്റ്റാൻഡിലായാലും റോഡിലായാലും അവർക്ക് എന്തും ചെയ്യാം. ആരും വിമർശിക്കില്ല. വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് വിമർശിച്ച് ഒരു വിഭാഗത്തെ അടിച്ചമർത്താനും മറ്റേ വിഭാഗത്തിനെ താങ്ങാനും. ഇപ്പം മാധവിക്കുട്ടി എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ ഇടയിൽ ഒരുപാട് ചിന്തകൾ നിറയ്ക്കാനും ഒത്തിരി വിപ്ലവം സൃഷ്ടിച്ച ഒരു എഴുത്തുകാരി കൂടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? പക്ഷെ അത്രയും വിപ്ലവം സൃഷ്ടിക്കാൻ എനിക്ക് ധൈര്യമില്ല. ഐതിഹ്യമാല വിവർത്തനം ചെയ്തത് കേരളത്തിന് തന്നെ ഒരു വലിയൊരു മാറ്റം. ഐതിഹ്യമാല ലോക വെളിച്ചം കണ്ടു എൻ്റെ പേനയിലൂടെ. അതൊരു വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. സ്ത്രീപക്ഷ എഴുത്തുകൾ ഒരുപാട് വരുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ എന്നെ സ്വയം വിമർശിക്കാറുണ്ട്, അതല്ലാണ്ട് വേറെ ആൾക്കാരെ വിമർശിക്കാറില്ല. അതാണ് വുമണിസം. സീതാദേവിയെ സംശയിച്ച രാമനെക്കാട്ടിൽ സീതയെ പ്രണയിച്ച രാവണനെ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തെ നമുക്കിന്ന് കാണാൻ സാധിക്കും. രാവണൻ സീതയെ പ്രണയിച്ചത് എന്തിനാ? കാമത്തിനാണ്. അത് കറുത്ത ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെ എടുത്ത് അവരെ ഗ്ലോറിഫൈ ചെയ്യുക. ഇപ്പൊ വളർന്നു വരുന്ന തലമുറയ്ക്ക് തെറ്റായിട്ടുള്ള ഒരു ഇതാണ് കിട്ടുന്നത്. അപ്പൊ നാച്ചുറലി അവർ വിചാരിക്കും രാവണനാണ് രാമനേക്കാളും മഹാൻ. വളച്ചും തിരിച്ചും വക്രിച്ചും ഒക്കെ എഴുതാനുള്ള ആ ഒരു താല്പര്യം എനിക്ക് ശേഷമില്ല. സിനിമയ്ക്ക് വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് വരെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു വിഡ്ഢിത്തരം എനിക്ക് പറ്റിയതെന്ന് ഞാൻ പറയാം. എന്നോട് പറഞ്ഞു ഇത് മമ്മൂട്ടിയോടൊന്ന് സംസാരിക്കും. എന്നിട്ട് ഞാൻ മമ്മൂട്ടിയെ ഫോൺ ചെയ്ത് സംസാരിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എനിക്ക് വലിയ നിരാശയുണ്ടാക്കി. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒട്ടനവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള പ്രശസ്ത എഴുത്തുകാരി ശ്രീകുമാരി രാമചന്ദ്രനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. മാമിന്റെ ഒരു എഴുത്തെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് എഴുത്തിലേക്ക് വരുന്നത്, കല്യാണത്തിനൊക്കെ ശേഷമാണ്. എങ്ങനെയായിരുന്നു എഴുത്തിലേക്കുള്ള വരവും ആദ്യത്തെ രചനയൊക്കെ എങ്ങനെയായിരുന്നു? ഞാനൊരു എഴുത്തുകാരി ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഒന്നുകിൽ പാട്ടുകാരിയാവും അല്ലെങ്കിൽ നർത്തകിയാവും എന്നായിരുന്നു എൻ്റെ ഒരു സ്വപ്നം എന്നും പറയാൻ പറ്റില്ല. എന്തോ അതൊക്കെ സ്വപ്നമൊക്കെ കാണാൻ പ്രായമാവുന്നതിന് മുമ്പ് എൻ്റെ കല്യാണം കഴിഞ്ഞു. പക്ഷേ ഭർതൃഗൃഹത്തിൽ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അവർ വളരെ എന്താ പറയുക കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ അവിടുത്തെ ഒരു അംഗം സ്റ്റേജിലേറി, അവർ മേടാന്നാ പറയുക, മേടയിലേറി പാട്ട് പാടുന്നതും നൃത്തം ചെയ്യണമെന്നും അവർക്കൊന്നും സങ്കല്പിക്കാൻ പോലും വയ്യായിരുന്നു. അതുകൊണ്ട് ഇത് രണ്ടും ഇല്ലാതെ കുറച്ച് സങ്കടത്തോടു കൂടിയാണ് ഞാൻ ജീവിച്ചത്. പക്ഷെ ഒരു ഗുണം കിട്ടി. എൻ്റെ ഭർത്താവിൻ്റെ ശേഖരത്തിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരുന്നു. ഞാൻ ഈ ഒരുപാട് എന്ന് പറയുമ്പോൾ ഒരു 5000 പുസ്തകത്തോളം അക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ വായന തുടങ്ങി. പിന്നെ മക്കളുണ്ടായപ്പോൾ അവരെ ഓർക്കാനായിട്ട് താരാട്ട് പാട്ട് പാടും, കൂട്ടത്തിൽ ഈ വായനയും. അങ്ങനെ വായിച്ച് ഏകദേശം 20 കൊല്ലത്തോളം വായിച്ചു. അങ്ങനെ 20 കൊല്ലമായപ്പോൾ എനിക്ക് എഴുതാതെ വയ്യ എന്നുള്ളൊരു സ്ഥിതിയായി. അപ്പോഴും സ്വന്തം പേരിൽ എഴുതാൻ ധൈര്യമില്ല. അപ്പോൾ കുമാരി ചന്ദ്രൻ പേരിൻ്റെ ഭാഗം എടുത്തിട്ട് കുമാരി ചന്ദ്രൻ എന്നുള്ള പേരിലാണ് ആദ്യത്തെ ഒരു കഥ. കുറച്ച് വലിയ കഥയാണ് എഴുതിയത്. അതിന് കഥയ്ക്ക് ശീർഷകം ഇട്ടത് സാക്ഷാൽ DC കിഴക്കേ മുറി അവർകളായിരുന്നു. ആരോമലയും നിന്നെയും കാത്തുനിന്ന്. കാരണം അതൊരു പൈങ്കിളി കഥയായിരുന്നു. എനിക്ക് പൈങ്കിളി സാഹിത്യത്തിനോട് ഒരു വിരോധമില്ല, ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുമാരി ചന്ദ്രൻ്റെ പേരിലൊരു കഥ വന്നു. പിന്നീട് കുറച്ച് കോളം ഇതേ പേരിൽ ചെയ്തു കുറേ മാഗസീനുകളിൽ. അങ്ങനെ ഈ എതിർപ്പുണ്ടായിരുന്നവരൊക്കെ അങ്ങ് ദൈവം മുകളിലേക്ക് വിളിച്ചപ്പോൾ എനിക്ക് ധൈര്യമായി. അങ്ങനെ സ്വന്തം പേരിൽ കഥ എഴുതി. 1994 ആദ്യത്തെ പുസ്തകം. കമലാദാസ് അവരാണ് അത് പ്രകാശനം ചെയ്തത്. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ആയിരുന്നു. ഇപ്പോഴും എനിക്കൊരു അമ്മയുടെ മാതിരിയാണ്. അത്ര ഞങ്ങൾ എല്ലായിടത്തും ഒന്നിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ 1994 പുസ്തകം വന്നു എന്നേ ഉള്ളൂ. ഞാൻ എസ്റ്റാബ്ലിഷ് ആവാൻ പിന്നെയും ഒരു 3 കൊല്ലം എടുത്തു. 97 എസ്റ്റാബ്ലിഷ് ആയത്. ചെറുകഥ തന്നെ. എനിക്ക് ചെറുകഥയായിരുന്നു ഏറ്റവും ഇഷ്ടം. അങ്ങനെ ചെറുകഥ മലയാള മനോരമ സൺഡേ സപ്ലിമെൻറ്റിൽ തായ് വേര് എന്നുള്ള ഒരു കഥ വന്നതോടുകൂടി എസ്റ്റാബ്ലിഷ് ആയി. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പം മാധവിക്കുട്ടിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, എങ്ങനെയാണ് മാധവിക്കുട്ടിയായിട്ടുള്ള ആ ഒരു ബന്ധവും മാധവിക്കുട്ടിയെ പെട്ടെന്ന് ഓർക്കുന്ന ഏതൊരു അനുഭവമായിരിക്കാം?
ഒന്നൊന്നുമല്ല, അനവധി അനുഭവങ്ങളുണ്ട്. അതായത് എൻ്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്തില്ലേ, അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു അമ്മ മകൾ ബന്ധമോ എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്ര അടുപ്പമായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെപ്പോഴും വരും. ഞാനാണെങ്കിൽ എവിടെയും പോവും. അഥവാ ഒരു ദിവസം പോയില്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഫോൺ വരും, എന്താ കുട്ടി കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട്. പിന്നെ എൻ്റെ മകൻ രഘുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ഭർത്താവായിട്ട് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പല സ്ഥലത്തും ഒന്നിച്ചാൽ പോവുക. ആള് ഡയബറ്റീസ് ഉള്ള ആളായിരുന്നു, എന്നാലും ഐസ്ക്രീമൊക്കെ തിന്നാൻ ഒരു മകൻ കൂടെ ഉണ്ടായിരുന്നു. ആ കുട്ടി അറിയാണ്ട് ഐസ്ക്രീമൊക്കെ തിന്നാൻ എൻ്റെ ഒപ്പം വരും. പിന്നെ സാഹിത്യ അക്കാദമിയിൽ, തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ ഒരു 3 ദിവസത്തെ കോൺഫറൻസ് നടന്നു ഒരിക്കൽ. അപ്പോൾ അന്ന് ഞാൻ മാധവിക്കുട്ടിയൊപ്പമാണ് പോയത് അവിടെ. അങ്ങനെ സത്യം പറഞ്ഞാൽ മാധവിക്കുട്ടി വഴിക്കാണ് പല എഴുത്തുകാരെയും പരിചയപ്പെട്ടത്. ഒരുപാട് എഴുത്തുകാരെ പരിചയപ്പെട്ടു. അവിടെ പാട്ട് പാടാനും അവസരം കിട്ടി. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സ്വപ്ന ലോകത്ത് പോലെ ഒരു ജീവിതമായിരുന്നു അക്കാലത്ത്. ഇപ്പം മാധവിക്കുട്ടി എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ ഇടയിൽ ഒരുപാട് ചിന്തകൾ നിറയ്ക്കാനും ഒത്തിരി വിപ്ലവം സൃഷ്ടിച്ച ഒരു എഴുത്തുകാരി കൂടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അത് ശരിയാണ്. പക്ഷെ അത്രയും വിപ്ലവം സൃഷ്ടിക്കാൻ എനിക്ക് ധൈര്യമില്ല. ധൈര്യമില്ല. ഇപ്പം മാമിന്റെ ഇപ്പം ഐതിഹ്യമാല വിവർത്തനം ചെയ്തത് ഇപ്പം കേരളത്തിന് തന്നെ ഒരു വലിയൊരു മാറ്റം കുറിച്ചൊരു സംഭവമായിരുന്നു അത്. മാമിനാണെങ്കിലും വലിയൊരു വഴിത്തിരിവ് സൃഷ്ടിച്ചു തന്നൊരു ഐതിഹ്യമാലയുടെ ട്രാൻസ്ലേഷൻ. എങ്ങനെയായിരുന്നു ആ ട്രാൻസ്ലേഷനിലേക്ക് എത്തിയതും അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കാരണമൊക്കെ എന്തായിരുന്നു? അതായത് ഞാനും ഭർത്താവും എൻ്റെ 2 ആൺമക്കളും ശനി ഞായർ ദിവസങ്ങൾ ഞങ്ങൾക്ക് യാത്രയ്ക്കുള്ളതാണ്. അപ്പോൾ അന്ന് ഇത്രയും സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കാറിൽ തന്നെ പോകണം. അപ്പോൾ കാലത്തെ ആകുമ്പോൾ ഒരു ടിഫിൻ സെറ്റ് എടുത്ത് ചോറും കൂട്ടാനും അതിലൊക്കെ റെഡിയാക്കിയിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോണ വഴി ഇപ്പം ഞങ്ങൾ ചില ദിവസം ഈ തെക്കോട്ടാണെങ്കിൽ ചില ദിവസം വടക്കോട്ടാവും, ചിലപ്പോൾ കിഴക്കാവും, ഇങ്ങനെ ഓരോ ദിശയിലേക്കാണ് ഈ യാത്രകൾ. ആ പോണ വഴിയിലുള്ള അമ്പലങ്ങൾ, തുറന്നിരിക്കുന്ന അമ്പലങ്ങൾ, മോണ്യുമെൻറ്റ്സ്, സ്മാരകങ്ങൾ, അങ്ങനെ പല ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, ചരിത്രപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ. ഇതൊക്കെ കണ്ടാണ് ഈ യാത്ര. എന്നിട്ട് രാത്രിയേ തിരിച്ചു വരുള്ളൂ. ഇപ്പോൾ തിരുവനന്തപുരം അല്ലെങ്കിൽ ഇപ്പോൾ തിരുവല്ല പോലും കുറച്ച് ദൂരമാണ് അന്ന്. എന്താ വെച്ചാൽ റോഡൊന്നും ഇത്ര നല്ലതല്ല. അപ്പോൾ ഞങ്ങൾ രാത്രി എവിടെയെങ്കിലും തങ്ങുകയാണ് പതിവ്. അങ്ങനെ ഈ യാത്രക്കിടയിൽ കാണുന്ന അതിനെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ, സ്ഥലങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം, ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും മക്കൾക്ക്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ 2ാമത്തെ മകൻ മോഹൻ എൻ്റെ കഴുത്തിൽ കത്തി വെച്ചു, അമ്മ ഐതിഹ്യമാല തർജ്ജമ ചെയ്തേ ഒക്കൂ. കാരണം അവന് മലയാളമല്ല, സംസ്കൃതമാണ് പഠിച്ചത് 3rd ലാംഗ്വേജ് ആയിട്ട്. അപ്പോൾ എനിക്ക് ഒരു ധൈര്യവും ഇല്ല. ഞാൻ പറഞ്ഞു, അമ്മ മലയാളം മീഡിയത്തിൽ പഠിച്ച ആളാണ്, അമ്മയ്ക്ക് ഇംഗ്ലീഷ് ഭാഷ എത്ര കണ്ട് വഴങ്ങും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അതൊക്കെ വഴങ്ങിക്കോളും, അത്യാവശ്യം വന്ന് ഞാൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഐതിഹ്യമാല തർജ്ജമ ചെയ്യാൻ ഞാൻ ഒരുമ്പെട്ടത്. വല്ലാത്ത ചങ്കൂറ്റായിരുന്നു അത് കേട്ടോ. അങ്ങനെ രാത്രി നല്ല പോലെ ഉറക്കളക്കി ഞാൻ. എനിക്ക് 3 മണി വരെയൊക്കെ ഇരിക്കാൻ അന്ന് ഒരു പ്രയാസം ഉണ്ടായില്ല, ഒരു ആവേശമായിരുന്നു. എഴുതാനുള്ള ഒരു ഐതിഹ്യമാല തർജ്ജമ ചെയ്യാനുള്ള ആവേശം. അങ്ങനെ ഞാൻ 8 മാസം കൊണ്ട് ആ പുസ്തകം മുഴുവൻ ഇംഗ്ലീഷിലേക്ക് ആക്കി. അപ്പോൾ അത് 1100 1200 അത്രയും പേജ് വന്നു അതിന്. അപ്പോൾ ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരിക്കലും മാതൃഭൂമിയിലെ ഫോട്ടോഗ്രാഫർ വന്നു, ഷൈൻ. അപ്പം ചേച്ചി ഇത് എഴുതുകയാണോ, എന്നാൽ ഞാനൊന്ന് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നും പറഞ്ഞ് ഫോട്ടോ എടുത്തു, മാതൃഭൂമിയിലേക്ക് അയച്ചു കൊടുത്തു. അപ്പം തന്നെ അവിടെ ഈ ഫോട്ടോ കിട്ടിയതും അന്ന് ഓക്കെ ജോണി എന്നുള്ള ആളാണ് ബുക്സിൻ്റെ മാനേജർ. ജോണി വിളിച്ചു പറഞ്ഞു, അതേ ഈ പുസ്തകം ആർക്കും കൊടുത്ത് കളയരുത്, അത് മാതൃഭൂമിക്ക് തന്നെ വേണമെന്ന്. എല്ലാം ഇങ്ങോട്ട് വരികയായിരുന്നു നമ്മുടെ അടുത്തേക്ക്. ഒരു എന്താ പറയാൻ പറ്റില്ല, ഒരു അത്ഭുതം പോലെ സംഭവിക്കുക. അങ്ങനെ മാതൃഭൂമിയുടെ ആദ്യത്തെ ഇംഗ്ലീഷ് പുസ്തകമായിട്ട് ഈ ഐതിഹ്യമാലയുടെ തർജ്ജമ ലോകത്തെത്തി, ലോകർക്ക് വായിക്കാനായിട്ട് സാധിച്ചു. അപ്പൊ അത് ഒരുപാട് വലിയ മാറ്റം മാമിന്റെ ജീവിതത്തിലാണേലും വന്നിരുന്നു ആ ഒരു ട്രാൻസ്ലേഷൻ വഴി അല്ലേ? ആ ട്രാൻസ്ലേഷന് ശേഷമാണ് പല സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഒരു എഴുത്തുകാരി എന്നുള്ളതിലേക്ക് നമ്മളെ ഓരോ ഫംഗ്ഷന് വിളിക്കുമല്ലോ. അങ്ങനെ വിളിക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ വന്ന് നമ്മളെ പൊതിയുക. എന്താ വെച്ചാൽ അവരൊക്കെ ഐതിഹ്യമാല വാങ്ങിക്കുകയും വായിക്കുകയും ചിലർ വായന പകുതിയിലാവുകയും ഒക്കെ ചെയ്തിരുന്നു. ടീച്ചർമാരും പറഞ്ഞു, മലയാളത്തിൽ കുറച്ച് കട്ടി ഭാഷയാണത് ഈ കൊട്ടാരത്തിൽ ശങ്കുണ്ണി അവറുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മലയാളം അറിയണവർക്ക് പോലും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അത്ര എളുപ്പം ഉണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ പറയും,
മാഡം ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത് വളരെ ഉപകാരം, ഞങ്ങളെപ്പോലുള്ള നാടൻ സായിപ്പന്മാർക്കും മദാമ്മമാർക്കും ഐതിഹ്യമാല വായിക്കാൻ പറ്റിയല്ലോ, വളരെ നന്ദിയുണ്ട് മാഡം എന്നിങ്ങനെ പറയും കുട്ടികൾ. അത് കേൾക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, വല്ലാത്തൊരു സംതൃപ്തി. ആദ്യം വായിച്ചത് എൻ്റെ മകനാണെങ്കിലും അപ്പോൾ അത് ലോകത്തിലുള്ള എല്ലാ കുട്ടികൾക്കും വായിക്കാറായല്ലോ. ഇന്ത്യക്ക് വെളിയിൽ പോലും ലോക വെളിച്ചം കണ്ടു, ഐതിഹ്യമാല ലോക വെളിച്ചം കണ്ടു എൻ്റെ പേനയിലൂടെ. അതൊരു വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ഏറ്റവും വെല്ലുവിളി എന്തായിരുന്നു ഇപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്? നമ്മളിപ്പം ഇത്രയും വലിയൊരു ഐതിഹ്യമാല എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളിയൊക്കെ എന്തായിരുന്നു? വെല്ലുവിളി എന്താ വെച്ചാൽ മലയാളത്തിലുള്ള കുറേ വാക്കുകൾ മലയാളത്തിൽ മാത്രമുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ വീരശൃംഖല എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട്, ഉരുളിയുണ്ട്, പിന്നെ മുരലുള്ള കിണ്ടി, ചങ്ങലവട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചില ടിപ്പിക്കൽ കേരളത്തിൽ മാത്രമുള്ള സാധനങ്ങൾ. ആ വാക്കുകളൊക്കെ ഇംഗ്ലീഷിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഏറ്റവും രസമുണ്ടായത് എനിക്ക് ആ വാക്കുകളൊക്കെ ദൈവം ഇങ്ങനെ കൊണ്ടു തന്ന ആ ഒരു ഇത് ഞാൻ ആലോചിക്കുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണം വീരശൃംഖലയാണ്. അതിപ്പോൾ എന്താ എഴുതുക, വീരശൃംഖല എന്ന് എഴുതാം, പക്ഷെ ഒരു അനറ്റേഷൻ കൊടുക്കണം ബ്രാക്കറ്റിൽ. എന്താ ചെയ്യാന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു ഏതോ സാധനം പൊതിഞ്ഞു കൊണ്ടുവന്ന ഒരു കീറക്കടലാസ് പെട്ടെന്ന് ഞാൻ വെറുതെ എടുത്തിങ്ങനെ നോക്കിയപ്പോൾ അതിലൊരു വാക്ക് കണ്ടു. ഒരു വാക്കല്ല, ഒരു 3 വാക്ക്. ബാങ്കിൾ ഓഫ് ഓണർ. ബാങ്കിൾ, വള, ആദരിക്കാൻ ബഹുമാനിക്കാൻ ഇടുന്ന വള അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് കൃത്യമായിട്ടുള്ള ആ ഒരു ഇംഗ്ലീഷ് വാക്ക് വീരശൃംഖലയ്ക്ക്. അങ്ങനെ പല വാക്കുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അങ്ങനെയാണ് ഇതിലെ ഒരുപാട് വാക്കുകൾക്ക് ഞാനിങ്ങനെ ഇപ്പോൾ കിണ്ടിയാണ് KINDI എന്ന് എഴുതിയിട്ട് അതിന് ബ്രാക്കറ്റിൽ അനോട്ടേഷൻ കൊടുക്കും. അങ്ങനെയായിരുന്നു അല്ലേ? അങ്ങനെയായിരുന്നു. യാത്രയാണ് ഇപ്പം ഐതിഹ്യമാല എഴുതാൻ ഒരു വഴിത്തിരിവായത്. യാത്ര പോയതിലൂടെ കുട്ടികൾ വഴി അങ്ങനെ അതൊരു വലിയ വഴിത്തിരിവായി. യാത്രകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മാം ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഈ യാത്രകളൊക്കെ എത്രത്തോളം സഹായിക്കുന്നുണ്ട് എഴുത്തിനായിട്ട്? യാത്രയാണ് ഒരു എഴുത്തുകാർക്ക് അത്യാവശ്യം വേണ്ട. വായനയും വേണം, യാത്രയും വേണം. എന്താ വെച്ചാൽ യാത്ര ഇപ്പോൾ കേരളത്തിനുള്ളിലാണെങ്കിൽ തന്നെ ഈ പല പല സ്ഥലങ്ങൾ കണ്ടു, ഭാഷയൊക്കെ ഒന്ന് തന്നെയാണ്. അത് ഇനി കേരളത്തിന് പുറത്തേക്ക് പോയാലോ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങളാണ് കാണുന്നത്. അവരായിട്ട് ഇടപഴകണം, ആ ഭാഷയെ പരിചയപ്പെടണം. പല സ്ഥലങ്ങൾ ഇപ്പം നമ്മുടെ ആർക്കിടെക്ചറും തമിഴ്നാട് ആർക്കിടെക്ചറും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവണം. നമ്മുടെ ആർക്കിടെക്ചറും തമിഴ്നാട് ആർക്കിടെക്ചറും തമ്മിലുള്ള വ്യത്യാസം, അത് രണ്ടിൻ്റെയും വ്യത്യാസം, ഏറ്റവും വ്യത്യാസമാണ് നോർത്ത് ഇന്ത്യയിലേക്ക്. ഇപ്പോൾ രാജസ്ഥാൻ മുഴുവൻ ഞാൻ ടൂർ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ആർക്കിടെക്ചർ കണ്ടാൽ നമുക്ക് എന്താ പറയുക, ഇതായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പക്ഷേ അതിമനോഹരം. നമ്മുടെയും മനോഹരമാണ്, പക്ഷെ അവിടെ വെച്ചാൽ പണം കൂടുതലുണ്ടല്ലോ പണ്ടും. അപ്പോൾ ഇവിടെ 1 ഏക്കറിൽ ഒരു കൊട്ടാരം പണിയാണെങ്കിൽ അവിടെ 15 ഏക്കറിലാണ് ഒരു കൊട്ടാരം നിൽക്കണേ. ചിലപ്പോൾ 100 ഏക്കറിൽ, ഇപ്പം ചിറ്റൂർഗർ ഫോർട്ടൊക്കെ ഉണ്ട്, അത് 200 ഏക്കറിലോ മറ്റാണ് നിൽക്കണേ. അതൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടപ്പോൾ അത്ഭുതം തോന്നി. പിന്നെ ഞാൻ പാടുന്ന ആളായതുകൊണ്ട് മീര ഭജൻസൊക്കെ ഞാൻ ദൂരദർശനിൽ പാടിയിരുന്നു. അപ്പോൾ ഈ മീരാബായി ജീവിച്ചിരുന്ന കൊട്ടാരം, മീരാബായി ഇരുന്ന് പാടിയിരുന്ന അമ്പലം, പിന്നെ റാണി പത്മിനി, പത്മാവതി സിനിമ വന്നില്ലേ, അവർ ജൗഹർ അനുഷ്ഠിച്ച ആത്മഹത്യ ചെയ്ത ടണൽ, അവരോടൊപ്പം 3000 സ്ത്രീകൾ ജൗഹർ അനുഷ്ഠിച്ച ആ ഒരു ഭൂമി, ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു എന്താ പറയുക, എനിക്കിപ്പോഴും അത് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് എനിക്ക്. ഞാൻ ആ സ്ഥലത്ത് ഞാൻ ജീവിച്ചിരുന്ന മാതിരിയുള്ളൊരു തോന്നൽ നമുക്ക് വരും. അതെവിടെ ഇപ്പോൾ ഗുജറാത്തായാലും അതെ, തമിഴ്നാടായാലും ആന്ധ്രാപ്രദേശ് ആയാലും എവിടെ പോയാലും അങ്ങനെ വരണം. അപ്പോഴേ നമുക്ക് ഉള്ളുകൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കണം. അപ്പോഴേ നമുക്കത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ യാത്രകളിലൊക്കെ ഇത്രയും യാത്രകളൊക്കെ ചെയ്തു, ഒരു മറക്കാനാവാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പെട്ടെന്ന് ഓർമ്മ വരിക? യാത്രകളിൽ മറക്കാനാവാത്തത് എന്ന് പറയാൻ അങ്ങനെ വലിയ എന്നെ ഞെട്ടിപ്പിക്കുന്ന സംഭവമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഏറെ സംതൃപ്തി തന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ചിറ്റൂർഗർ ഫോർട്ടിൽ തന്നെ അവിടെ റാണി പത്മിനി അലാവുദ്ദീൻ ഖിൽജിക്ക് ദർശനം കൊടുക്കുന്ന ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ വെള്ളത്തിൽ ഇവർ ഇറങ്ങി നിൽക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു മാളികയിൽ ഒരു കണ്ണാടിയിലാണ് ഇവരുടെ ഒരു റിഫ്ലക്ഷൻ മുഖത്തിൻ്റെ കാണുന്നത് ഖിൽജി. അത് കണ്ടിട്ട് അയാൾ അത്ര സൗന്ദര്യമാണ്. ഇവരിങ്ങനെ മൂടി പൊതിച്ചിട്ട് ആ വെള്ളത്തിൽ നിൽക്കുക, മുഖത്തിൻ്റെ റിഫ്ലക്ഷനാണ് ഈ കണ്ണാടിയിൽ കാണുന്നത്. അത് കണ്ടിട്ട് ഇയാൾ ഭ്രമം
ഇത്രയും സൗന്ദര്യം അയാൾ കണ്ടിട്ടില്ല. അങ്ങനെ ആ മനുഷ്യൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് വീഴുകയാണ് അവിടെ. ആ ഒരു സ്ഥലം എനിക്ക് മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മീരാബായി ഇരുന്ന് പാടിയിരുന്ന ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ ശ്രീകോവിലിൽ ഭഗവാനുണ്ട്. പക്ഷെ ഇവർ ഇരുന്ന് പാടിയിരുന്ന അതിൻ്റെ പുറത്തൊരു മണ്ഡപമാണ്. അവിടെ ഇരുന്ന് ഞാനും മീരാ ഭജൻ പാടി. അതും എനിക്ക് എന്താ പറയുക, ഞാനപ്പോൾ മീരയായിട്ട് മാറിയോ എന്നൊക്കെ എനിക്ക് തോന്നി. ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും ഒരു മറക്കാൻ വയ്യാത്ത അനുഭവങ്ങൾ. ഇപ്പം മാമിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്, ഞാൻ ഫെമിനിസത്തിലല്ല വുമണിസത്തിലാണ് വിശ്വസിക്കുന്നത് എന്നുള്ളത്. ഇപ്പം സ്ത്രീപക്ഷ എഴുത്തുകൾ ഒരുപാട് വരുന്ന ഒരു കാലഘട്ടമാണ്. ആ എഴുത്തുകളെ കുറിച്ച് മാമിന് എന്താണ് പറയാറ്? അവരുടെ നിലപാട് വ്യക്തമാക്കുന്ന എഴുത്ത് എഴുതിക്കോട്ടെ, ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കുന്ന എഴുത്ത് എഴുതിക്കൊള്ളാം. ഇതാണ് എൻ്റെ അഭിപ്രായം. അല്ലാണ്ട് അവരെ വിമർശിക്കാൻ ഞാൻ ആളല്ല. ഞാൻ എന്നെ സ്വയം വിമർശിക്കാറുണ്ട്, അതല്ലാണ്ട് വേറെ ആൾക്കാരെ വിമർശിക്കാറില്ല. അതാണ് വുമണിസം. പുരാണങ്ങളെ ബേസ് ചെയ്ത് പലരും ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പം ഇന്നത്തെ ഒരു സമൂഹത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ രാമനെക്കാട്ടിലധികം രാവണനെ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറ എന്ന് പറയാം. സീതാദേവിയെ സംശയിച്ച രാമനെക്കാട്ടിൽ സീതയെ പ്രണയിച്ച രാവണനെ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തെ നമുക്കിന്ന് കാണാൻ സാധിക്കും. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതെ, പുരാണങ്ങളെക്കുറിച്ച് ശരിക്കുള്ളൊരു അവബോധമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ എഴുതാനും ഇങ്ങനെയൊക്കെ എന്താ പറയുക ചിന്തിക്കാനും ഒക്കെ തോന്നണത്. വാസ്തവത്തിൽ ഈ രാമായണത്തിൽ പറയുന്ന പല കാര്യവും നമുക്ക് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ, രാമായണത്തിലെ മാത്രമല്ല മഹാഭാരതത്തിലെയും പല കാര്യങ്ങളും ഇന്നത്തെ രാഷ്ട്രീയ ഭൂമികയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. രാമൻ എന്തുകൊണ്ട് സീതാദേവിയെ ത്യജിച്ചു എന്ന് ചിന്തിച്ചാൽ, രാജാവും രാജാവിൻ്റെ പത്നിയും അവർ അകളങ്കിതരായിരിക്കണം എന്നാണ്. അല്ലാണ്ട് ഇന്ന് നമ്മളിപ്പോൾ കാണുന്നു മന്ത്രിമാരെക്കുറിച്ച് ആരോപണം, മോഷ്ടിച്ചു എന്ന് ആരോപണം, മന്ത്രിമാരുടെ ഭാര്യമാരെക്കുറിച്ച് ആരോപണം, മക്കളെക്കുറിച്ച് ആരോപണം, പിന്നെയും രാജിവെക്കാതെ കസേരയിൽ കടിച്ചു തൂങ്ങി നിൽക്കണില്ലേ പലരും, ഇല്ലേ? അങ്ങനെ തയ്യാറില്ലായിരുന്നു അന്നത്തെ ആളുകളൊക്കെ. അപ്പം രാമനും അതുകൊണ്ട് തന്നെയാണ് സീതയെ ഉപേക്ഷിച്ചത്. കാരണം രാമൻ്റെ പ്രജകളിൽ ഒരാൾ സീതയെ സംശയിച്ചു. ഒരാൾ സംശയിച്ചു. അങ്ങനെ വരുമ്പോൾ പത്നിയുടെ മേലെ ഒരു കറുത്ത മാർക്ക് വരികയാണ്. അതുകൊണ്ടാണ് രാജാവ് എല്ലാ വിമർശനങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ തെറ്റിദ്ധാരണകൾക്കും അതീതനായിരിക്കണം. കറ കളഞ്ഞ വ്യക്തിത്വം വേണം. ആ ഒരു ചിന്ത കൊണ്ടാണ് രാവണൻ സീതയെ പ്രണയിച്ചത്. എന്തിനാ? കാമത്തിനാണ്, അല്ലേ? കാമപൂർത്തീകരണത്തിനാണ് രാവണൻ സീതയെ പ്രണയിച്ചത്. അപ്പോൾ പുരാണങ്ങളൊക്കെ എടുത്തിട്ട്, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെയൊക്കെ എടുത്തിട്ട്, ഈ പറഞ്ഞ എന്താ കറുത്ത ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെടുത്ത് അവരെ ഗ്ലോറിഫൈ ചെയ്യുക. ഇപ്പം ദുര്യോധനെ എടുത്തിട്ട് ദുര്യോധനെ ഗ്ലോറിഫൈ ചെയ്ത നോവൽസ് ഉണ്ട്. ഇന്ന് ഒരുപാട് എഴുത്തുകൾ അങ്ങനെയുണ്ട്. അതിലൊരെണ്ണം ഞാൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. എനിക്ക് ചെയ്യേണ്ടി വന്നു അത്. അപ്പോൾ അങ്ങനെ രാവണനെയും ഗ്ലോറിഫൈ ചെയ്തൊരു നോവലുണ്ട്. രണ്ടും ഒരേ ഓഥറുടെയാണ്. അത് ഞാനല്ല ചെയ്തത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് തെറ്റായിട്ടുള്ള ഒരു ഇതാണ് കിട്ടുന്നത്. അപ്പോൾ നാച്ചുറലി അവർ വിചാരിക്കും രാവണനാണ് രാമനേക്കാളും മഹാൻ, അല്ലെങ്കിൽ ദുര്യോധനാണ് കൃഷ്ണനേക്കാൾ മഹാൻ, അർജുനനേക്കാൾ മഹാൻ എന്നൊക്കെ തോന്നും. അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എന്തായാലും അത്തരം കഥകൾ എഴുതാറില്ല, എഴുതിയിട്ടുമില്ല, ഇനി എഴുതാനും പോകണില്ല. എനിക്ക് പുരാണത്തിനോടൊക്കെ ഇപ്പം രാമായണം എന്നുള്ള ഗ്രന്ഥത്തിനെ ഞാൻ കാണുന്നത് രാമനായിട്ടാണ്. മഹാഭാരതത്തെ ഞാൻ കാണുന്നത് കൃഷ്ണനായിട്ടും വ്യാസനായിട്ടുമാണ് ഞാൻ കാണുന്നത്. ഞാൻ അങ്ങേയറ്റം ഭക്തിയും ഒക്കെ ഉള്ള ഒരാളാണ്. ഭാരതീയ സംസ്കാരത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ആളാണ്. സനാതനധർമ്മം പിന്തുടരുന്ന ആളാണ്. എന്നെന്നും അത് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇത്തരം എന്താ പറയുക, നമ്മൾ ഈ വളച്ചും തിരിച്ചും വക്രിച്ചും ഒക്കെ എഴുതാനുള്ള ആ ഒരു താല്പര്യം എനിക്ക് ശേഷമില്ല. ഇപ്പം മാമിൻ്റെ പുസ്തകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ടേൽസ് ഓഫ് മലബാർ എന്ന് പറഞ്ഞ പുസ്തകം, അതിനുശേഷം അതിൻ്റെ അടുത്ത പാർട്ടൂടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ടേൽസ് ഓഫ് മലബാർ എങ്ങനെയാണ് എഴുതാനായിട്ട് തുടങ്ങിയതും അതിലേക്കൊരു വഴിത്തിരിവ്? തരൂ ഞാൻ പറയാം. ഈ ടേൽസ് ഓഫ് മലബാർ ഇത് പറശ്ശിനി മടപ്പുറം ഞാൻ മുത്തപ്പൻ്റെ പരമഭക്തയാണ്. അപ്പോൾ ഇത് എഴുതാൻ കാരണം എന്ന് വെച്ചാൽ കോവിഡ് കാലത്ത് നമുക്ക്
ഒന്ന് ബോറടിച്ചിട്ടല്ലേ. അപ്പൊ കുറേ കഥകൾ എഴുതി. അപ്പൊ ഞാൻ മലബാർ പ്രദേശം, പഴയ മലബാർ പ്രദേശം, അതായത് കോഴിക്കോട് നിന്ന് അങ്ങോട്ടേക്കുള്ള സ്ഥലം, അതുകൊണ്ടാണ് മുത്തപ്പൻ്റെയൊക്കെ മുത്തപ്പൻ്റെ ചിത്രം വന്നതും. അങ്ങനെ അത് എഴുതി. എനിക്കൊരു പബ്ലിഷറെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചാൽ അതും മുത്തപ്പൻ കൊണ്ടു തന്നു, ബാംഗ്ലൂരുള്ള പ്രിസം പബ്ലിഷേഴ്സ്. അപ്പോൾ ഈ കോവിഡ് കാലത്ത് തന്നെ അവരത് പബ്ലിഷ് ചെയ്തു. അതിൻ്റെ പ്രകാശനമാണ് ഏറ്റവും രസം. ഞാനും പബ്ലിഷറെ, ഇവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ് സുധീർ, എന്നി, പിന്നെ NS മാധവനും, ഞങ്ങൾ 3 പേരും ഉണ്ട്. ഫോട്ടോ എടുക്കാൻ, ഫോണിൽ ഫോട്ടോ എടുക്കാൻ എൻ്റെ മക്കളും ഉണ്ട്. അങ്ങനെയാണ് സംഭവിച്ചത് ഈ പുസ്തകം. പക്ഷേ ഈ പുസ്തകം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഭയങ്കര ഒരു വിജയമായി. ഒരുപാട് സെയിലൊക്കെ, ഒരുപാട് എഡീഷൻ വന്നു. എയർപോർട്ടിലെ ബെസ്റ്റ് സെല്ലർ ബുക്കായിട്ട് മാതൃഭൂമിയുടെ സ്റ്റോളിൽ എന്നും ഇതിന് ഡിമാൻഡ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പെൻഗ്വിൻ പബ്ലിഷേഴ്സ് അവർ ഈ പുസ്തകം കണ്ടു. അവരെന്നോട് ആവശ്യപ്പെട്ടു അതൊന്ന് പ്രസത്തിൻ്റെ അടുത്ത് നിന്ന് റിട്രീവ് ചെയ്ത് ഞങ്ങൾക്ക് തരാമോ എന്ന്. അപ്പം ഞാൻ പ്രസത്തിനോട് ചോദിച്ചു, എന്താ വെച്ചാൽ പ്രസത്തിനേക്കാളും കുറച്ചും കൂടി വെൽ നോൺ ആയിട്ടുള്ളതാണല്ലോ പെൻഗ്വിൻ ബുക്സ്. അപ്പോൾ പ്രസത്തിൽ അവർ പറഞ്ഞു, മാഡത്തിനൊരു നല്ലത് വരുമ്പോൾ ഞങ്ങൾ തടസ്സം നിൽക്കില്ല, ഞങ്ങൾ തരാമെന്ന് അവർ വളരെ ഉദാര മനസ്കരായിട്ട് പറയും. അത് അനുവാദം തരുകയും ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ ഇല്ല മാർക്കറ്റിൽ. അതെനിക്ക് ഇത്തിരി സങ്കടമുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് ഒരു എന്താ പറയുക, ഒരു റിസറക്ഷൻ കൊടുക്കണം, വീണ്ടും ഒന്നുകൂടെ ജീവിപ്പിക്കുക. വേറെ കഥകളാ, പേരിത് വെച്ചിട്ട് വേറെ കഥകൾ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ പെൻഗ്വിൻ അത് കൊണ്ടുപോയിട്ട് അവര് എവർഗ്രീൻ ലെജൻഡ്സ് ഓഫ് കേരള എന്നും പറഞ്ഞ് ചെയ്തു. ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന രീതിയിൽ ഇതിന്റെ സെക്കൻഡ് പാർട്ട് അല്ല, ഇതില്ല. പിന്നെ ഇതില്ല, എവർഗ്രീൻ ലെജൻഡ്സ് എന്നുള്ളത് ഒരു ബുക്ക്, അതിന്റെ സെയിലും നല്ലോണം സെയിലായപ്പോൾ അവര് അതിനാണ് സെക്കൻഡ് പാർട്ട് ചോദിച്ചത്. അതാണ് ഈ പുസ്തകം. ഈ പുസ്തകം അതെ, അതിന്റെ ഫസ്റ്റ് പാർട്ട് വേറെ ഒരു പുസ്തകം ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ റിലീസായിട്ടേ ഉള്ളൂ. നമ്മുടെ കേരള തനിമയും കേരളത്തിലെ ആചാരങ്ങളും സംസ്കാരങ്ങളും. ഞാൻ ഈ ഐതിഹ്യമാല വഴിത്തിരിവായിന്ന് എന്നോട് ചോദിച്ചല്ലോ, അതെങ്ങനെയായും ഈ കുട്ടികൾ ഇങ്ങനെ എന്നോട് വന്ന് ഞങ്ങളെപ്പോലുള്ളവർക്ക് വായിക്കാൻ സാധിക്കണോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഐതിഹ്യങ്ങൾ മാത്രമല്ല ചരിത്ര സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചേരമാൻ പെരുമാൾ, ശക്തൻ തമ്പുരാൻ, ഇത്രയും ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഒരു ഇംഗ്ലീഷിലാക്കിയാൽ അത് ഈ കുട്ടികളും വായിക്കും. നമ്മുടെ കേരളത്തിൻ്റെ അതിര് താണ്ടി അടുത്ത സംസ്ഥാനങ്ങളിലേക്കും അതും താണ്ടി ലോകത്തേക്കും എത്തുമല്ലോ. അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നു. അല്ലാണ്ട് എനിക്കിപ്പോൾ ഇതുകൊണ്ടൊരു മേന്മ ഉണ്ടാക്കണം എന്ന് എനിക്ക് ഒരു ചിന്ത പോയില്ല. അങ്ങനെയാണ് ഞാൻ സാഗ ഓഫ് ചേരമാൻ എഴുതി. പിന്നെ ഇത് തന്നെ ഫോർ എവർ ഗ്രീൻ ലോർ ആൻഡ് ലെജൻഡ്സ് ഓഫ് കേരള, പിന്നെ ശക്തൻ തമ്പുരാൻ ദ ലയൺ ഓഫ് കൊച്ചി, അങ്ങനെ ഒരു 5ഓ 6ഓ പുസ്തകം എഴുതി. അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നു തൽക്കാലം ഇത് മതി, ഇനി വീണ്ടും ഫിക്ഷൻ റൈറ്റിങ്ങിലേക്ക് തിരിയണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പം അടുത്തൊരു ബുക്ക് രാമായണ ഫോർ യങ് റീഡേഴ്സ് എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതി മാം. ഇപ്പൊ രാമായണമാണ് അത്. മലയാളത്തിലെ രാമായണത്തിൽ നിന്ന് അതൊരു ട്രാൻസ്ലേഷൻ എന്ന് പറയാൻ പറ്റില്ല, വളരെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ, യങ് പീപ്പിൾസിന് മനസ്സിലാകുന്ന രീതിയിൽ അതിലെ കഥകൾ മാത്രമായിട്ട് എഴുതിയ ഒരു ബുക്കായിരുന്നു അത്. അപ്പം മാം ഇപ്പോൾ നമ്മൾ മുമ്പേ സംസാരിച്ചപ്പോൾ മാം പറഞ്ഞു യങ് പീപ്പിൾസിന് കുറച്ചുകൂടെ ഇഷ്ടം ഇംഗ്ലീഷ് വായിക്കാനാണ്, മലയാളം ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, അവർ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്ന ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാവാം അങ്ങനെ വരുന്നത്? ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ആളാണ്. അപ്പം എൻ്റെ ചിന്തകൾ, ഞാനിപ്പോൾ ഒരു കഥ എഴുതണം, ഇംഗ്ലീഷ് കഥ എഴുതണം എന്ന് വെച്ചാൽ തന്നെ എൻ്റെ ചിന്തകൾ വരിക മലയാളത്തിലാണ്. ഇപ്പം ഡൈന ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ആളാണ്. ഡൈനയുടെ ചിന്തകൾ ഉറങ്ങാൻ കിടക്കുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴോ ചിന്തകളൊക്കെ ഇംഗ്ലീഷിലായിരിക്കും അല്ലേ? അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക്. അവർ മലയാളം സംസാരിക്കും, വായിക്കുന്ന വെച്ചാൽ പുസ്തകം വായിക്കുന്നതായിരുന്നു, പേപ്പർ വായിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ അവരുടെ ചിന്തകൾ ഇംഗ്ലീഷിലാണ് വരുന്നത്. അപ്പോൾ അവർ വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇംഗ്ലീഷിലാണ്. പിന്നെ രാമായണ ഫോർ യങ് റീഡേഴ്സിൽ കഥകൾ മാത്രമൊന്നുമല്ല, ഓരോ എപ്പിസോഡിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാവുന്ന ഓരോ പാഠമുണ്ട്, ഒരു ലെസൺ ഉണ്ട്. ആ ലെസനും കൂടെ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. ചെറിയ ബുക്കാണ്, അതിപ്പോൾ വളരെ പോപ്പുലറായിട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത തന്നെ മഹാഭാരത ഫോർ യങ് റീഡേഴ്സ് വരും. ഒരു 6-7 മാസത്തിൽ അതും വരും. അപ്പോൾ അതിലും ഇങ്ങനെ തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓരോ സംഭവവും അതിൽ നിന്ന് മനുഷ്യന് എന്ത് പാഠം ഉൾക്കൊള്ളാം എന്നുള്ളതും കൂടെ ഞാനതിൽ ചേർത്തിട്ടുണ്ട്. അത് തന്നെ ഗുണപാഠം. ഗുണപാഠം കൂടി ചേർത്ത്. അതെ. എന്തൊക്കെയാണ് ഇനി അടുത്ത വരാൻ പോകുന്ന ബുക്കുകളെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ?
ഇപ്പോൾ ഈ നവംബർ അവസാനത്തോടെ ഒരു മലയാളം പുസ്തകം വരും. പക്ഷെ അതിൻ്റെ തീം ഞാൻ ഇപ്പോൾ പുറത്ത് പറയില്ല. സസ്പെൻസ് ആണ്. സസ്പെൻസ്. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം എഴുതിയൊരു മലയാളം ഫിക്ഷൻ വർക്കാണ്. പിന്നെ മഹാഭാരത ഫോർ യങ് റീഡേഴ്സ് വരും. ഇനി എനിക്ക് ഈ ടേൽസ് ഓഫ് മലബാറിനെ ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കണമല്ലോ, വീണ്ടും ഒന്നുകൂടെ പുനർജനിപ്പിക്കണം. അതെ അതെ, അപ്പം അത് ചെയ്യണം. പിന്നെ ഞാനൊരു മാന്ത്രിക നോവലിൻ്റെ മലയാളം മാന്ത്രിക നോവലിൻ്റെ ഒരു ചാപ്റ്റർ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഇപ്പോഴും കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതും കൂടെ എഴുതണം എന്നാണ് ആഗ്രഹം. മിസ്റ്ററി ആണോ? സസ്പെൻസ് മിസ്റ്ററി കഥകളാണോ? മാന്ത്രിക നോവലാണ്. അപ്പോൾ സസ്പെൻസ് ഒന്നും പറയാൻ പറ്റില്ല അതിൽ. അത് ഇപ്പം മാന്ത്രിക നോവൽ എങ്ങനെയാണ് ഷേപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. അതെ. ഇപ്പം ഇനിയിപ്പം മാം പാട്ട് പാടൂന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടുമോ? ഇപ്പൊ പാടാൻ പറ്റണില്ല ഡേന. ഇല്ല. തൈറോയിഡൊക്കെ പോയി. അതപ്പൊ ദൈവം എനിക്ക് വെച്ചിരിക്കണ ഇതാണ്. ഇപ്പൊ ഞാൻ പാടണ്ടെന്നാണ് ദൈവത്തിന്റെ നിശ്ചയം. 20 കൊല്ലം പാടിയില്ല, പിന്നെ പാടാൻ തുടങ്ങി. കുറച്ചൊരു 15 കൊല്ലം പാടി. ഓഡീഷനൊക്കെ ചെയ്തു. ഓൾ ഇന്ത്യ റേഡിയോ, ദൂരദർശനും, ഹൈ ഗ്രേഡ് ആർട്ടിസ്റ്റായി, കുറെ പാടി. അപ്പോഴാണ് തൈറോയിഡ് വന്നത്. അപ്പൊ ദൈവം പറഞ്ഞു, നിനക്ക് പാട്ട് നിനക്ക് ആവശ്യമില്ല, നിനക്ക് ഇത് മതിയെന്ന്. ഇപ്പം ശബരിമല വിഷയത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ടെന്ന് കണ്ടു. സ്വർണ്ണപ്പാളി വിഷയം, സ്വർണ്ണ കവർച്ചയൊക്കെ ആയിട്ട് ഒരുപാട് വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മാം എങ്ങനെയാണ് ഈ ശബരിമല വിഷയത്തോട് പ്രതികരിക്കുന്നത്? എനിക്ക് വലിയ സങ്കടമുണ്ട്. എന്താ വെച്ചാൽ എൻ്റെ ഉപാസനാമൂർത്തി അയ്യപ്പസ്വാമിയാണ്. ഞാൻ ശബരിമലയിൽ പോയിട്ടുമുണ്ട്. ഇതിന് മുമ്പൊരു വിഷയം വന്നപ്പോഴും ഞാൻ ഒരുപാട് പ്രതികരിച്ചു. അങ്ങനെ പ്രതികരിച്ച് ഒരു സ്റ്റേജ് എത്തിയപ്പോൾ എൻ്റെ മക്കൾ തന്നെ പറഞ്ഞു, അമ്മ ഇനി പ്രതികരിച്ചത് മതി കേട്ടോ എന്ന്. അതുകൊണ്ട് ഈ വിഷയത്തിലും വലിയ പ്രതികരണമൊന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ. എന്നാലും വലിയ സങ്കടമുണ്ട്. പക്ഷേ ഭഗവാൻ പവർഫുള്ളാണ്. അയ്യപ്പസ്വാമി അന്ന് ഒരു വിഷയം ഉണ്ടായിട്ട് അതിൽ മുൻകൈ എടുത്ത് സ്ത്രീകളെ ശബരിമലയെ കയറ്റാനൊക്കെ മുൻകൈ എടുത്തവർക്കൊക്കെ ഓരോന്ന് കൊടുത്തുകൊണ്ടിരിക്കണില്ലേ അയ്യപ്പസ്വാമി. കലിയുഗ വരദനാണ്. ഈ കലിയുഗത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഈശ്വരനാണ് അയ്യപ്പസ്വാമി. അതേപോലെ ഇപ്പോഴത്തെ സ്വർണ്ണപ്പാളി വിഷയത്തിലും ഭഗവാൻ എല്ലാവർക്കും പണി കൊടുക്കും. ശബരിമലയെ ബേസ് ചെയ്ത് പുസ്തകം എഴുതണം അങ്ങനെ ഒരു ആലോചനയൊക്കെ ഉണ്ടോ? അങ്ങനെ ഒരു ആലോചനയില്ല. പക്ഷെ ശബരിമലയെ പറ്റി ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ ഫോർ എവർ ലൂർ ആൻഡ് ലെജൻഡ്സ് ഇതിൽ എഴുതിയിട്ടുണ്ട് അല്ലേ? ഇപ്പം ഇന്ന് അതേപോലെ തന്നെ നടക്കുന്ന ഒരു വലിയ വിഷയം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു വന്ദേ ഭാരത് ട്രെയിനില് ഗണഗീതം ദേശഭക്തി ഗാനം പാടി എന്നതിന്റെ പേരിൽ ആ കുട്ടികൾ നേരിടേണ്ടി വന്ന ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. നമ്മുടെ സർക്കാർ തന്നെ ഒരുപാട് നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നാം ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഗണഗീതം പാടാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും റൂൾ ഉണ്ടോ? ഇല്ല. ജനഗണമന പാടാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും റൂള് വെക്കുന്നുണ്ടോ? ഇവിടുത്തെ സർക്കാരും പരിപാടികൾക്ക് ജനഗണമന പാടണല്ലേ, ദേശീയ ഗാനം. അതുപോലെ തന്നെയല്ലേ ഈ ഗണഗീതത്തിൻ്റെ കാര്യം. വാസ്തവത്തിൽ ഈ ഗണഗീതം വന്ദേ മാതരം എന്നുള്ളത് നമ്മുടെ നാഷണൽ ആന്തം ആവേണ്ടതായിരുന്നു. ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതി അദ്ദേഹത്തിൻ്റെ ആനന്ദഭവൻ എന്നുള്ള നോവലിൻ്റെ ഒരു ഭാഗമായിട്ട് എഴുതിയതാണ്. അപ്പോൾ അന്നേ ഇതാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. അന്ന് രവീന്ദ്രനാഥ ടാഗോറാണ് ഇത് ആദ്യമായിട്ട് പാടിയത്. അദ്ദേഹം പാട്ടുകാരനും കൂടെ രവീന്ദ്ര സംഗീതം എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പം അന്ന് പിന്നെ എന്തുകൊണ്ടോ അത് ഈ ജനഗണമനയിലേക്ക് മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ അത്രയും വന്ദേ മാതരം, അമ്മയെ വന്ദിക്കുന്നു. ഭാരതം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഒരു പ്രതിരൂപമാണ്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു പ്രതിരൂപമാണ് ഓരോരുത്തരുടെ അമ്മ. അമ്മയെ അത്രത്തോളം ബഹുമാനിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ, അല്ലേ? അപ്പോൾ പിന്നെ ഈ വന്ദേ മാതരം എന്ന് പറയുമ്പോൾ അമ്മയെ വണങ്ങുന്നതല്ലേ. ഇപ്പം വന്ദേ മാതരം ആയിരുന്നില്ല അവർക്കൊരു മെയിൻ വിഷയമായിട്ട് വന്നത്. RSS ഗണഗീതം എന്ന് പറഞ്ഞ് പരമപവിത്രമിതാമി മണ്ണിൽ ആ ഒരു ഗണഗീതമായിരുന്നു ഏറ്റവും വലിയ വിഷയമായിട്ട് വന്നത്. അതൊരിക്കലും RSSന്റെ മാത്രം ഗാനമായിരുന്നില്ല, അതൊരു ദേശഭക്തി ഗാനമായിരുന്നു. എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ അതൊരു RSSന്റെ ഗാനമാക്കി മാറ്റി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? എന്തുകൊണ്ടായിരിക്കും? അതിപ്പോൾ ഒരു വിഭാഗക്കാർ എന്ത് ചെയ്താലും അവരെ വിമർശിക്കാനും കല്ലെറിയാനും മറ്റൊരു വിഭാഗമുണ്ട്. അതേസമയം മറ്റൊരു വിഭാഗക്കാർ എന്ത് ചെയ്താലും അവർക്ക് എന്തും ചെയ്യാം. ട്രെയിനിൻ്റെ അകത്തായാലും ബസ് സ്റ്റോപ്പിലായാലും ബസ് സ്റ്റാൻഡിലായാലും റോഡിലായാലും അവർക്ക് എന്തും ചെയ്യാം, ആരും വിമർശിക്കില്ല. ഒരു വിഭാഗക്കാർ ഗണഗീതം പാടിയാലും ദേശഭക്തി ഗാനം പാടിയാലും ദേശീയ ഗാനം പാടിയാലും എല്ലാത്തിനും വിമർശനമാണ്. അതിപ്പോൾ നമ്മളെന്താ പറയുക?
ചിന്താശക്തി നശിച്ചു പോയവർ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അവരെ പറ്റി. അല്ലെങ്കിൽ വോട്ടിന് വേണ്ടി, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് വിമർശിച്ച് ഒരു വിഭാഗത്തെ അടിച്ചമർത്താനും മറ്റേ വിഭാഗത്തിനെ താങ്ങാനും നിൽക്കുന്നവരാണ്. പറയുമ്പോ ശബരിമല ഇഷ്യൂ ഒക്കെ ഒന്ന് മറയ്ക്കാൻ വേണ്ടി ഒരു പുതിയൊരു ചർച്ച കൊണ്ടുവന്നതാണെന്ന് വേണമെങ്കിൽ അതും ആവാം. അപ്പം ശക്തൻ തമ്പുരാന്റെ കഥ എഴുതി ആ ഒരു ബുക്ക് എഴുതിയിരുന്നു, അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു ബുക്ക് എഴുതാനുള്ള കാരണമൊക്കെ എന്തായിരുന്നു? എനിക്ക് കുട്ടിക്കാലത്ത് തന്നെ ശക്തൻ തമ്പുരാന് ഒരു ഹീറോ വർഷിപ്പ് ഉണ്ടായിരുന്നു. അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു പക്ഷേ എൻ്റെ അമ്മമ്മയോ അമ്മയോ എനിക്ക് കഥകൾ പറഞ്ഞിരുന്നത് വാസ്തവത്തിൽ അമ്മമ്മയൊന്നും അല്ല. ഞങ്ങളുടെ വീട്ടിലൊരു കാര്യസ്ഥൻ ഉണ്ടായിരുന്നു, ലക്ഷ്മൺ റാവു എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹമാണ് എൻ്റെ കുട്ടിക്കാലം കഥകൾ കൊണ്ട് നിറച്ച ആളാണ്. പിന്നെ ഞങ്ങളുടെ അയൽപ്പക്കത്തൊരു ഞങ്ങൾ കബി ദാദി എന്നാണ് വിളിക്കുക, ഗുജറാത്തി ലേഡി. അവരും കുറേ കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അവർ പക്ഷെ പറയുന്ന കഥകളൊക്കെ ഗുജറാത്തിലെ കഥകളാണ്. അവരവിടെ വന്ന വധുവാണ്, കൊച്ചിയിലത്തെ വധുവാണ്. അപ്പോൾ അങ്ങനെ ആ സമയത്തെ എനിക്ക് ശക്തൻ തമ്പുരാനോടൊരു ഹീറോ വർഷിപ്പ് ഉണ്ടായിരുന്നു. കള്ളന്മാരെയൊക്കെ കഠിനമായി ശിക്ഷിക്കണു, സ്ത്രീകളുടെ മാനം രക്ഷിക്കണു, അങ്ങനെയൊക്കെ ഒരു ഇമേജ്. അങ്ങനെ ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ശക്തൻ തമ്പുരാനെക്കുറിച്ച് എഴുതണം. അതിനൊരു കാരണം എന്താ വെച്ചാൽ കൊച്ചി രാജകുടുംബമായിട്ട് ബന്ധങ്ങളൊക്കെ ഉണ്ട്, അടുത്ത പരിചയമുണ്ട്. പരിചയം മാത്രമല്ല ബന്ധവും ഉണ്ട്. അപ്പോൾ അവരിൽ നിന്നും കുറേ കേട്ടപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച് ആരും നല്ലൊരു നോവൽ എഴുതണില്ല എന്ന് തോന്നിയിട്ടാണ് ഞാൻ 2002 ഈ മലയാള നോവൽ എഴുതിയത്. ഇതൊരുപാട് എഡീഷനായി കേട്ടോ. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. ഈ കഴിഞ്ഞ കൊല്ലോ അതിന് മുമ്പത്തെ കൊല്ലോ 2023 തോന്നുന്നു. ഞാൻ ട്രാൻസ്ലേഷനല്ല, ഒറിജിനലാണ്, ഇംഗ്ലീഷ് തന്നെയാണ്. ഞാൻ അപ്പോൾ ശക്തൻ തമ്പുരാനെ കുറിച്ചൊരു നോവൽ എഴുതിയാൽ പബ്ലിഷ് ചെയ്യുമോ എന്നുള്ളത് ഈ പ്രസം ബുക്സിനോട് ചോദിച്ചപ്പോൾ അവർ ഞങ്ങൾ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ഇംഗ്ലീഷിൽ എഴുതി ശക്തൻ തമ്പുരാനെ കുറിച്ച് നോവൽ. അത് അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി ബായി വന്നു, തൃപ്പൂണിത്തുറ വന്നു, തമ്പുരാൻ പണിഞ്ഞ കളിക്കോട്ടയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ പ്രകാശനം ഉണ്ടായത്. ഇതും നല്ലപോലെ സെയിലാവുന്നൊരു പുസ്തകമാണ്. കാരണം ശക്തൻ തമ്പുരാൻ എന്നുള്ള ആള് ഇന്ന് കൊച്ചി ഇത്രയും വളരുന്ന നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കാലത്ത് അതിനുള്ള ഒരു അടിസ്ഥാന ശില അദ്ദേഹം ഇട്ടിരുന്നു. അദ്ദേഹത്തിന് കുറച്ച് വ്യാപാരമൊക്കെ ഉണ്ടായിരുന്നു. ഈ നമ്മുടെ അഴിമുഖമല്ല, നമ്മുടെ കായലും കടലും, അവിടെയൊക്കെ കുറച്ച് അന്നത്തെ സങ്കല്പത്തിലെ ബോട്ടെന്ന് പറയാം, അതൊക്കെ ഉണ്ടായിരുന്നു. വ്യാപാരത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ തൃശ്ശൂർ പൂരം അദ്ദേഹമാണ് തുടങ്ങി വെച്ചത്. അതിൻ്റെ പിന്നിലൊക്കെ വലിയ കഥകളൊക്കെ ഉണ്ട്, രസകരമായിട്ടുള്ള കഥകളാണ്. ആ പൂരം കൊണ്ട് അദ്ദേഹം വെറുതെ ആനയും മേളവും ഒന്നുമല്ല ഉദ്ദേശിച്ച്, അതാരും ചിന്തിക്കില്ല. വാസ്തവത്തിൽ ആ പൂരത്തിന് മുമ്പും പിമ്പുള്ള മാസങ്ങൾ തൃശ്ശൂർ നഗരത്തിലെ ബിസിനസ്സിനൊരു ബൂമാണ് അങ്ങോട്ട് ഉണ്ടാവണേ, എല്ലാ രംഗത്തും. എന്നുവെച്ചാൽ ഇത്രയും ആൾക്കാർ അവിടെ വരുമ്പോൾ അവിടുത്തെ കച്ചവടമൊക്കെ ഇങ്ങനെ ബൂം വരില്ലേ, അങ്ങനെയാണ്. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് അത്രയും ഒരു ദീർഘദൃഷ്ടിയുള്ള ആളായിരുന്നു ശക്തൻ തമ്പുരാൻ. കഷ്ടകാലം അദ്ദേഹത്തിന് ആയുസ് ഉണ്ടായിരുന്നില്ല. ആയുസ് 56-ാമത്തെ വയസ്സിൽ മരിച്ചു പോവുക ചെയ്യണേ. സ്ലോ പോയ്സൺ കൊടുത്ത് കൊന്നതാണെന്നും ഒരു കേൾവിയുണ്ട്, അറിയില്ല. എന്തായാലും 56-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു പോയതോടുകൂടി പിന്നെ എന്താ പറയുക, ഒരു വലിയൊരു യുഗം തീർന്നു എന്ന് പറയാം. എന്താ വെച്ചാൽ കൊച്ചി രാജകുടുംബത്തിൽ പെരുമ്പടപ്പ് സ്വരൂപം എന്നാണ് പറയുക. അവിടുത്തെ ഒരുപക്ഷെ ഒരേ ഒരു പവർഫുൾ രാജാവ് ശക്തൻ തമ്പുരാനായിരുന്നു. അതുകൊണ്ടാണ് എനിക്കൊരു ആരാധനയും ഹീറോ വർഷിപ്പും അങ്ങനെ ഞാൻ ഇത് എഴുതിയത്. ഇപ്പം ശക്തൻ തമ്പുരാൻ ഇപ്പം സിനിമയ്ക്ക് വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് വരെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ ഭാവി കാര്യങ്ങളൊക്കെ, എന്താണ് അതിന് സിനിമയാക്കൂ, എങ്ങനെയാണ്? ഞാനിത് സ്ക്രിപ്റ്റ് എഴുതിയത് 20 കൊല്ലം മുമ്പാണ്. ഇപ്പോഴും എൻ്റെ അടുത്ത് സാധനമുണ്ട്. പക്ഷെ എന്താണാവോ, അന്ന് ആരോ പറഞ്ഞിട്ട് ഒരു വിഡ്ഢിത്തരം എനിക്ക് പറ്റിയതെന്ന് ഞാൻ പറയാം. എന്നോട് പറഞ്ഞു ഇത് മമ്മൂട്ടിയോടൊന്ന് സംസാരിക്കുക. എന്നിട്ട് ഞാൻ മമ്മൂട്ടിയെ ഫോൺ ചെയ്ത് സംസാരിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എനിക്ക് വലിയ നിരാശ ഉണ്ടാക്കി. മമ്മൂട്ടിയുടെ പ്രതികരണം, അഭിനയിക്കാൻ താല്പര്യമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അത് പോരല്ലോ, നമുക്ക് പ്രൊഡ്യൂസർ വേണമല്ലോ. അതിനുശേഷമാണ് അദ്ദേഹം പഴശ്ശിരാജ അഭിനയിച്ചത് കേട്ടോ. ഒരു പക്ഷെ അന്ന് അദ്ദേഹം ചിന്തിച്ച് കാണൂല, ഗോപാലിനെ പോലെ ഒരു പ്രൊഡ്യൂസറെ പറ്റി ഒന്നും ചിന്തിച്ച് കാണാത്തതുകൊണ്ടായിരിക്കും. അപ്പം അന്നത്തെ പ്രതികരണം എനിക്ക് വലിയ നിരാശ ഉണ്ടാക്കി. പിന്നെ ഞാനത് സ്ക്രിപ്റ്റ് അടച്ചു വെച്ചു. പിന്നെ ആരോടും പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് സിനിമ സ്ക്രിപ്റ്റിങ്ങിനോട് മാമിനുള്ളൊരു താല്പര്യമൊക്കെ എങ്ങനെയാണ്? ഞാൻ ശക്തൻ തമ്പുരാൻ എന്നുള്ള സ്ക്രിപ്റ്റും എഴുതി. പിന്നെ റോളിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ചെറുകഥയുണ്ട്.
അതിൻ്റെ സ്ക്രിപ്റ്റും ഞാൻ എഴുതി. സത്യം പറഞ്ഞാൽ അതെനിക്ക് വലിയ ഹോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ പേര് പറയണില്ല, ഒരു നടൻ, പ്രമുഖ നടൻ ചെറുപ്പം കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ പിന്നെ മറ്റ് തിരക്കുകൾ കാരണമായിരിക്കും അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും എനിക്കൊരു ഫീഡ്ബാക്ക് തന്നില്ല. ഇപ്പം എഴുത്തും വായനയും ഒന്നും അല്ലാണ്ട് ബാക്കി ഹോബീസ് ഒക്കെ എന്താണ്? എനിക്ക് ഇപ്പോൾ അത്ര വലിയ ഹോബീസ് ഇല്ല. പണ്ടൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. എഴുത്തിൻ്റെ ഇടയിലും പാവകളെ ഉണ്ടാക്കാനും അതിനൊക്കെ ഞാൻ സമയം കണ്ടെത്തി. അതൊക്കെ പാവകളെ ഉണ്ടാക്കും. അത്യാവശ്യം സാരിയിലൊക്കെ എംബ്രോയിഡറി ചെയ്യും. പാചകത്തിൽ ശേഷം താല്പര്യമില്ല. അങ്ങനെ ഒരാളാണ് ഞാൻ. എനിക്ക് ഒരു താല്പര്യം തോന്നാത്തൊരു വിഷയമാണ്. പിന്നെ ഈ കുറച്ച് നാൾ, ഒരു 2 കൊല്ലം മുമ്പ് എനിക്ക് ഗാർഡനിൽ ഇൻട്രസ്റ്റ് തുടങ്ങി. അങ്ങനെ ഒരു ഗാർഡൻ ഞാൻ ഇവിടെ ഉണ്ടാക്കി ടെറസിൽ. പക്ഷേ എനിക്ക് ഒരു സർജറി ഒക്കെ വന്നപ്പോൾ അതെനിക്ക് നോക്കാൻ പറ്റുന്നില്ല. അപ്പം അതിൻ്റെ കാര്യം കഷ്ടത്തിലാണ്. ഇപ്പൊ പാട്ട് പൂർണ്ണമായിട്ടും ഇല്ല, പാടില്ല, സാധിക്കണില്ല ഡേന. ഈ തൈറോയിഡ് പോയിട്ട് ഞാൻ ഒരുപക്ഷെ സാധകം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. സാധകം ഉണ്ടെങ്കിൽ സാധിച്ചേനെ. പക്ഷെ എഴുത്ത് കൂടുതൽ തിരക്കിങ്ങനെ വന്നപ്പോൾ സാധകം ചെയ്യാനുള്ള ഞാൻ മറന്നു പോവുക, ഞാൻ അവഗണിക്കുക. എനിക്ക് തന്നെ എന്നോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല വാസ്തവത്തിൽ. ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് നന്ദി.